അന്ന് നിങ്ങൾ ഓഫീസിൽ വെച്ചിട്ട് ഷംസ്ക ഓർമ്മിക്കുന്നുണ്ടാവും, ഞാൻ എന്റെ ഒരു വീടിന്റെ പ്ലാൻ ബാലുശ്ശേരിയുള്ള അത് ഞാൻ പൂർത്തിയാക്കിട്ടോ. കുറച്ച് കാരണത്തിൽ അത് പൂർത്തിയാക്കാൻ സാധിച്ചു. അവിടെയൊക്കെ നിന്ന് താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ നമുക്ക് വയനാട്ടിലേക്ക് ഒരു ഷിഫ്റ്റിങ്, ജോലി അവിടെ കിട്ടി, വൈഫും ജോലി അവിടെ കിട്ടി, രണ്ടുപേരും ചെറുതായിട്ട് അവിടെ സെറ്റിൽ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പം കുറച്ചു കാലമായി അവിടെ. അപ്പൊ വാടക വീട്ടിലായിരുന്നു. ഇനിയിപ്പോ ചെറിയൊരു വീട്, നമ്മുടെ കാര്യങ്ങള് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു 3 bedroom ഉള്ള ഒരു 1 story ഞാൻ കൂടെ ഉണ്ടാവും. അല്ല, ഞാന് അങ്ങനെ എടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുമ്പോ തന്നെ നമുക്ക് എടുക്കാൻ തന്നെയാണല്ലോ നിങ്ങൾ പറയുന്നല്ലേ, വാടക വീട് മാറി വീട് തന്നെ. ഞാനതുകൊണ്ടാ ഈ വാടക നേരത്തെ ഞാൻ ചോദിച്ചത്. ഇപ്പൊ എന്താ വെച്ചാൽ നിങ്ങള് ലൈഫിന്റെ ഒരു ഭൂരിപക്ഷം ഭാഗവും നിങ്ങള് വൈഫ് എയ്ഡഡ് സ്കൂളിലാണല്ലോ അല്ലെ, നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ എന്താ വെച്ചാല് അവരവിടെ തന്നെ ഉള്ളത് കൊണ്ട് എനിക്ക് മാറാൻ കഴിയില്ല അത്ര പെട്ടെന്നൊന്നും. അപ്പൊ ഒരു നല്ലൊരു വീട് തന്നെ ഉണ്ടാക്കിയിട്ടല്ലേ ഒരു അസറ്റ് ആയിരിക്കും അത്. വയനാട്ടിലാകുമ്പോ ചില വലങ്ങൾ പോയാലും നല്ല കുറഞ്ഞ വിലക്കൊക്കെ റേറ്റ് കിട്ടാൻ സ്ഥലം കിട്ടാൻ സാധ്യത ഉണ്ടാവും. അത് നോക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതിനെ വെച്ചിട്ട് അവിടേക്ക് പറ്റിയ രീതിയിൽ നമുക്ക് ഒതുങ്ങാവുന്ന രീതിയിൽ അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കാം പ്ലാൻ. ഒരു ചെറിയ കുടുംബം, ഒരു അതെ. എത്ര പേരുണ്ട് കുട്ടികള്? 2 പേര്. 2 പേരാ. അപ്പൊ ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് വീട് വേണ്ടി വരും എന്നാണ്? ഒരു വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ 1300-1200 സ്ക്വയർ ഫീറ്റ്. അത് മതി. 3 bedroom 3 bedroom സുഖമായിട്ട് ചെയ്യും.